കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാർ എല്ലാവർക്കും വന്ദനം. എൻ്റെ പേര് കുരുവിള വർഗീസ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള അനുഗ്രഹീത ആത്മീയ വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് പഠിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അതുകൊണ്ടത്രേ ഇതിന് ജനസിസ് ടു റെവലേഷൻ അഥവാ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള നാമം കൊടുത്തിരിക്കുന്നത്. തദ്വിഷയത്തെ ഒന്ന് ചിണക്കിക്കൊണ്ട് വിശുദ്ധ പത്രോസ് എഴുതിയ 1 ലേഖനം 2 അധ്യായം 9 വാക്യമാണ് നമ്മുടെ ആപ്തവാക്യം. ചില നാളുകളായി ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചും ചിന്തിച്ചും കൊണ്ടിരിക്കുന്നു. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ഭോജനയാഗവും ദൈവപുത്രനും എന്നുള്ള വിഷയമാണ്. ഭോജനയാഗാർപ്പകൻ കൊണ്ടുവരുന്ന ഒരിടങ്ങഴി മാവിൽ നിന്നും ഒരു കൈ മാവെടുത്ത് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന യാഗപീഠത്തിലെ യാഗക്കനലിന്മേൽ വിതറുമ്പോൾ താൻ കൊണ്ടുവന്ന സുഗന്ധവർഗമായ കുന്തുരുക്കം മുഴുവനും യാഗപീഠത്തിന്മേൽ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ കൂടാരത്തിനുള്ളിൽ മാത്രമല്ല അതിന് ചുറ്റുപാട് മുഴുവനും സുഗന്ധം വീശുന്നതുപോലെ ദൈവപുത്രൻ ലേവ്യാപുസ്തകം 7:37 കാണുന്ന എല്ലാ യാഗങ്ങളെയും പൊരുളായി നിവർത്തിച്ച് കൊള്ളേണ്ടതിനെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ, യോഹന്നാൻ്റെ സുവിശേഷം 12:1, 6 ദിവസം മുൻപ്, അതായത് ക്രൂശീകരണത്തിൻ്റെ 6 ദിവസം മുൻപ്, പകലിൽ ബെഥാന്യയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന മത്തായിയും 26:6, മാർത്ത എന്ന ലൂക്കോസും കർത്താവ് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലാസർ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നുവെന്നും തദവസരത്തിൽ മറിയ വിലയേറിയ സ്വച്ഛജടാമാംസി തൈലം ഫ്രാഗ്രൻ്റ് മൂറോൺ ഒരു റാത്തൽ അഥവാ 1 ലിറ്റർ എടുത്ത് ദൈവപുത്രൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ സമാഗമന കൂടാരത്തിലെ യാഗപീഠത്തിൽ യാഗാർപ്പകൻ കൊണ്ടുവരുന്ന കുന്തുരുക്കം മുഴുവനും യാഗപീഠത്തിന്മേൽ യാഗമായി അർപ്പിക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം കൂടാരത്തിൻ്റെ ഉള്ളിലും ചുറ്റുപാടും നിറയുന്നത് പോലെ ശീമോൻ്റെ വീട്ടിൽ വെച്ച് ദൈവപുത്രൻ്റെ കാലിൽ പൂശിയ സുഗന്ധവർഗത്തിൻ്റെ നർമ്മണം അഥവാ സുഗന്ധം അവർ ഇരുന്ന വീട് മുഴുവൻ നിറച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12 അധ്യായം 4, മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പൊരുളായി നിവർത്തിക്കപ്പെട്ട പഴയ നിയമത്തിലെ നിഴലായ യാഗമായിരുന്നു. ഇത് നൂറ്റാണ്ടുകളായി നിവർത്തിച്ചു വന്നിരുന്ന ഭോജനയാഗങ്ങളുടെ ഒറ്റത്തവണ തീർപ്പെന്നവണ്ണം നിറവേറലായിരുന്നു എന്നതിനൊരു സംശയവും വേണ്ട. ആകയാൽ ഇനി യഹൂദാജനം അർപ്പിച്ചു വന്ന ഭോജനയാഗം പുതിയ നിയമഭക്തന്മാർ ആരും രാജകീയ പുരോഹിതവർഗം ആരും നിവർത്തിക്കേണ്ട ആവശ്യമില്ല. അത് എന്നേക്കുമായി നിവർത്തിച്ചു. അടുത്തതായി ശ്രദ്ധിക്കേണ്ട വിഷയം സമാധാനയാഗം പഴയ നിയമത്തിൽ. ലേവ്യ പുസ്തകം 3 അധ്യായത്തിൻ്റെ 1, 3, 6, 9, 7 അധ്യായം 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഈ യാഗം യാഗരക്തം ദ്വാര പുരോഹിതന്മാരും യാഗാർപ്പകന്മാരും യഹോവയാം ദൈവവും തമ്മിലുള്ള സമാധാനം, നിരപ്പ്, കൂട്ടായ്മ എന്നിവയുടെ പ്രതീകത്തിൻ്റെ അടയാളമായിരുന്നു. ഇവിടെ യാഗം അർപ്പിക്കപ്പെട്ട മൃഗത്തിൻ്റെ ഒരു ഭാഗം പുരോഹിതൻ്റെ ഓഹരിയായി കൊടുത്തതിൻ്റെ ശേഷിപ്പ് ആരാധകർക്കും യാഗാർപ്പകനും കൊടുക്കുന്നു.
അതാകുന്നു കൂട്ടായ്മയുടെ അടയാളം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. അടുത്തതായി അല്പം കൂടെ ആഴമായി ചിന്തിക്കുക. യേശുക്രിസ്തുവും സമാധാനയാഗവും. ദൈവപുത്രൻ പരമയാഗമായി അർപ്പിക്കപ്പെട്ട രാത്രി തൻ്റെ ശിഷ്യന്മാരെ കൂട്ടി അന്ത്യത്താഴം അഥവാ ലാസ്റ്റ് സപ്പർ അഥവാ BC 1650 തൊട്ട് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭ സംവത്സരം വരെ ആചരിച്ചു വന്ന പാരമ്പര്യ പെസഹയുടെ അത്താഴം കഴിഞ്ഞ ശേഷം കർത്താവ് ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു, മനുഷ്യപുത്രൻ ന്യായപ്രമാണം നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ വന്നത്. അവിടെ ന്യായപ്രമാണത്തിലെ അതിപ്രധാനമായി ശുശ്രൂഷ പെസഹ, കടന്നുപോക്കൽ. ആദ്യ പെസഹയുടെ ദിവസമായിരുന്നുവല്ലോ സംഹാരദൂതൻ മിസ്രയീം ദേശത്ത് സംഹാരതാണ്ഡവം നടത്തിയ രാത്രി. ഓരോ വീട്ടുകാരും എടുത്ത കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ പാട് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടപ്പെട്ടത് കണ്ട് കടന്നുപോയി. ഫറവോന്റെ കൊട്ടാരം മുതൽ കാരാഗ്രഹവാസിയുടെ ഭവനത്തിൽ വരെ ആദ്യജാതന്മാർ കൊല്ലപ്പെട്ട രാത്രി. ഇസ്രയേൽ ജനങ്ങളുടെ കോട്ടകൊത്തളങ്ങളല്ല, കൂടാരങ്ങൾക്കകത്തുപോലും ദൂതൻ കയറാതെ അവരെ വിടുവിച്ച് കടന്നുപോയ രാത്രി, പാസ് ഓവർ. അവിടെയാണ് കർത്താവായ യേശുക്രിസ്തു പെസഹായുടെ യാഗം കഴിച്ച ശേഷം, പെസഹായുടെ അത്താഴം കഴിഞ്ഞ ശേഷം, സമാധാനയാഗം കഴിച്ചതിന് മുൻപ് യാഗം കഴിച്ച പുരോഹിതനും യാഗാർപ്പകനും വ്യത്യാസമില്ലാതെ ഒരേ മൃഗത്തിൻ്റെ മാംസത്തിൽ നിന്ന് ഭക്ഷിച്ച് സ്നേഹവും കൂട്ടായ്മയും വെളിപ്പെടുത്തുന്നത് പോലെ ദൈവപുത്രനും ആ രാത്രി അപ്പം സ്വന്തം കരം കൊണ്ട് എടുത്ത് വാഴ്ത്തി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. സ്തോത്രം. പെസഹയുടെ രാത്രി ഗൃഹനാഥനോ പുരോഹിതനോ പെസഹയുടെ ഉളുപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ച ശേഷം വീട്ടുകാർക്കും കൂടിയിരിക്കുന്നവർക്കും അപ്പം നുറുക്കി കൊടുത്തതുപോലെ യേശു ക്രിസ്തുവും ശിഷ്യന്മാർക്ക് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തു. എന്നിട്ട് പെസഹ ദിവസം ഗൃഹനാഥൻ വന്നിരിക്കുന്ന കുടുംബാംഗങ്ങളോട് പറയും, വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് വരുവാനുള്ള, പ്രത്യക്ഷപ്പെടുവാനുള്ള സ്ത്രീയുടെ സന്തതിയായി വരുവാനുള്ള പ്രവാചകന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾക്ക് ഞാൻ തരുന്നു. സ്തോത്രം. എന്നാൽ യേശു ക്രിസ്തു എന്തു പറഞ്ഞു? വരുവാനുള്ള പ്രവാചകന് വേണ്ടി കാത്തിരിക്കുകയല്ല, ആ പ്രവാചകൻ ഞാൻ തന്നെ. കർത്താവ് തന്നെ മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ സംശയത്തോടുകൂടെ യോഹന്നാൻ സ്നാപകൻ അയച്ച ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ വേറെ ഒരുവന് വേണ്ടി കാത്തിരിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ ഈ കാണുന്നതൊക്കെ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കർത്താവ് ഒരിക്കലും ആ പ്രവാചകനാണ് ഞാനെന്ന് സ്വയപ്പുകഴ്ചയ്ക്ക് വേണ്ടി പറഞ്ഞില്ല. അപ്പം ശിഷ്യന്മാർക്ക് കൊടുത്ത ശേഷം പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എൻ്റെ ശരീരം. ഒരു വലിയ മർമ്മം അവിടെ വെളിപ്പെടുത്തുകയായിരുന്നു. അനന്തരം പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഈ ക്രൂശുമരണത്തിൽ കൂടെ വിശ്വസിപ്പാനിരിക്കുന്ന ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവാൻ ദൈവം കാത്തിരിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണസംഖ്യ ചേരുന്നിടം വരെയുള്ള അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം, യേശുക്രിസ്തുവിൻ്റെ രക്തം പുതിയ നിയമത്തിനുള്ള രക്തം. അപ്പം പഴയതെല്ലാം മാറി പുതിയത് പ്രത്യക്ഷപ്പെട്ടു എന്നർത്ഥം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതിയതായി കുടിക്കും വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. മുന്തിരിവള്ളിയുടെ അനുഭവം, ഫെർമെന്റഡ് വൈനല്ല. മുന്തിരിയിൽ നിന്ന് യഹൂദന്റെ ഭവനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ചെറുതോട്ടമോ വലിയ തോട്ടമോ മുന്തിരിയിൽ നിന്ന് പറിച്ചെടുത്തു കൊണ്ടുവരുന്ന മുന്തിരിപ്പഴം, അത് ഞെക്കിപ്പിഴിഞ്ഞ് ശുദ്ധീകരിച്ചു കൊണ്ടുവരുന്ന ആ മുന്തിരിച്ചാറാണ് കർത്താവ് ഉപയോഗിച്ചത്. അല്ലാതെ പെന്തക്കോസുകാരും മറ്റും ഉപയോഗിക്കുന്നത് പോലെ ഏതെങ്കിലും കടയിൽ നിന്ന് കിട്ടുന്ന മുന്തിരിച്ചാറല്ല. അതിനകത്ത് പ്രിസർവേറ്റീവ് ചേർത്തിട്ടുണ്ട്, പഞ്ചസാര ചേർത്തിട്ടുണ്ട്.
ചില പാടാണ് കേട്ടോ. ചിലയിടങ്ങളിൽ കിസ്മിസ്, ഉണക്കമുന്തിരി വാങ്ങിച്ച് തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം മിക്സിക്കടിത്ത് അത് അരിച്ചെടുത്ത് കൊണ്ടുവരുന്നവരുണ്ട്. ഇതൊന്നും തിരുവചനാടിസ്ഥാനത്തിലുള്ളതല്ല. പിന്നെ സൗകര്യമില്ലയോ ചെയ്യുന്നേച്ചേ കണക്ക് കർത്താവുമായി തീർത്തുകൊള്ളുക. മുന്തിരി വള്ളിയിൽ നിന്ന് വന്ന അനുഭവം മുന്തിരിച്ചാറ് അനുഭവിക്കയില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ബ്രെഡ് ഉപയോഗിക്കുമ്പോൾ പുളിപ്പില്ലാത്ത ബ്രെഡ് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 29 വരെ. ഉപദേശ പെസകിനോ സംശയമുണ്ടാക്കുവാനോ അല്ല ഞാൻ ഇത് പറയുന്നത്, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശം പറയുന്നു എന്ന് മാത്രം. കർത്താവ് ചെയ്ത മഹത്വകരമായ ഈ ശുശ്രൂഷയിൽ കൂടി സമാധാനയാഗം ദ്വാര ലേവിഗോത്രത്തിൽ നിന്നുള്ള അഹരോന്യ പുരോഹിതന്മാരും യാഗാർപ്പകന്മാരായ ഏത് ഗോത്രക്കാരും, യാഗമർപ്പിക്കുവാൻ ഏത് ഗോത്രക്കാരനും വരണമല്ലോ, യാഗമാംസം ഭക്ഷിച്ച് കൂട്ടായ്മയിൽ കൂടി ഒന്നാകുന്നു എന്ന് വാക്കും ഭാഷണവും കൂടാതെ വെളിപ്പെടുത്തുന്നുവോ അതുപോലെ തന്നെയാണ് ദൈവപുത്രൻ്റെ ശരീരവും രക്തവും പ്രതീകമായ അപ്പവീഞ്ഞുകളിൽ കൂടി ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന, ദൈവകൽപ്പന അനുസരിക്കുന്ന ഏവർക്കും അഥവാ ഏവരും യേശു ക്രിസ്തുവിൽ ഒന്നത്രേ എന്ന ഉപദേശം പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. ആധാരവാക്യങ്ങൾ അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായം 34 മുതൽ 36 വരെയും, കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാം ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ വാക്യവും, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-ഉം 4-ഉം, 12-ാമത്തെ അധ്യായം 4-ഉം 5-ഉം, കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാമത്തെ ലേഖനം 12-ാം അധ്യായം 11 മുതൽ 19 വരെയും, 10-ാം അധ്യായം 16, 17, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ന്റെ 14, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ന്റെ 20. താൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ അതിനു മുൻപുണ്ടായിരുന്ന സമാധാനയാഗം അർപ്പിക്കുന്ന യാഗാർപ്പകന്മാരുടെ മേൽ പുരോഹിതൻ ഊതി, ദൈവം നിങ്ങളുടെ യാഗവും സ്വീകരിച്ച് പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു, അതുകൊണ്ട് സമാധാനത്തോടെ പോയിക്കൊള്ളുവീൻ, സമാധാനത്തോടെ പോക എന്ന് ആശീർവദിച്ചയക്കുക പതിവായിരുന്നു. ഒരിക്കൽ കൂടെ പറയാം, പഴയ നിയമത്തിലെ സമാധാനയാഗമോ മറ്റേത് യാഗമോ അർപ്പിക്കുന്നതിന് മുൻപ് യാഗാർപ്പകന്മാരുടെ യാഗവസ്തുക്കൾ മുഴുവൻ അർപ്പിച്ച ശേഷം പുരോഹിതൻ അവരുടെ മേൽ ഊതും. എന്നിട്ട് പറയും, നിങ്ങളുടെ യാഗം ദൈവം സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങളുടെ പാപം ദൈവം ക്ഷമിച്ചിരിക്കുന്നു, അതുകൊണ്ട് സമാധാനത്തോടെ പോകുക എന്ന് ആശീർവദിച്ച് പറഞ്ഞയക്കാറ് പതിവുണ്ട്. സമാധാനം അവരുടെ മേൽ ഉച്ചരിക്കും. പീസ് ബി അപ്പോൺ യു എന്നാണ് പറയുന്നത്. പീസ് എന്ന് പറഞ്ഞാൽ യവന ഭാഷയിൽ ഐറേനെ, EIRENE, ഐറേനെ എന്ന പദമാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപ് താൻ മുൻകൂട്ടി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഞാൻ തരുന്ന സമാധാനം പഴയ നിയമ യാഗങ്ങളാൽ ലഭിക്കുന്ന സമാധാനമല്ല, പുരോഹിതന്മാർ യാഗാർപ്പകന്മേൽ ഊതി അയക്കുന്ന സമാധാനവുമല്ല. ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നതല്ല, ലോകത്തിന് എടുക്കുവാനോ ലോകത്തിന് തരുവാനോ കഴിയുകയില്ല. 2 വാക്യങ്ങൾ 14-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 27-ഉം 16-ാം അധ്യായം 33-ാമത്തെ വാക്യവും. ഈ വാക്യങ്ങൾ, അതായത് എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ വാക്യം, മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റ ശേഷം വീണ്ടും തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിടത്തെല്ലാം താൻ അരുളി ചെയ്തു, അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19, 21, 26 ഒരേ അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ് കഥ കടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ ഭയം മാറ്റിക്കൊണ്ട് കർത്താവ് പറഞ്ഞതാണ്, നിങ്ങൾക്ക് സമാധാനം. പീസ് ബി അപ്പോൺ യു. യവന ഭാഷയിൽ എയ്റേനെ ഹ്യൂമേനെ, EIRENE
RENE, എയ്റേനെ, HUMENE, ഹ്യൂമേനെ, നിങ്ങൾക്ക് സമാധാനം. അതുകൊണ്ട് അന്നത്തെ കാലത്തെ ശിഷ്യന്മാർ കൂടി വരുമ്പോൾ ആദ്യം കാണുമ്പോൾ എയ്റേനെ ഹുമേനെ എന്ന് പറയും. അതുകൊണ്ടാണ് അറബി ദേശത്തിൽ അസലാം അലൈക്കും എന്ന് വഴിനീളെ എഴുതി വച്ചിരിക്കുന്നത്. യഹൂദാദേശത്തും പീസ് ബി അപ്പോൺ യു എന്നെഴുതുമായിരുന്നു. സലാം മലിക്കും. ദൈവകുഞ്ഞുങ്ങൾ തമ്മിൽ കാണുമ്പോൾ പറയുവാൻ കൊള്ളാകുന്ന ഒരു പദപ്രയോഗമാണിത്. നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. എല്ലായിടത്തും സമാധാനം സുവിശേഷിച്ചുകൊണ്ട് തൻ്റെ വചനം കർത്താവ് അയച്ചു എന്ന് പ്രവൃത്തിയുടെ പുസ്തകം 10:36 വിശുദ്ധ പത്രോസ് കൊർന്നല്യോസിൻ്റെ വീട്ടിലെ പ്രസംഗത്തിൽ ഉര ചെയ്യുകയുണ്ടായി. ദൈവപുത്രൻ നൽകുന്ന ദിവ്യ സമാധാനത്തിൻ്റെ സവിശേഷത അത് സകല ബുദ്ധിയും കവിയുന്ന സമാധാനം അത്രേ എന്ന് വിശുദ്ധ പൗലോസ്, അലക്സാണ്ടറിൻ്റെ പിതാവായിരുന്ന ഫിലിപ്പിൻ്റെ നാമത്തിൽ ഉണ്ടാക്കപ്പെട്ടിരുന്ന പടയാളി സൈന്യങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന കന്റോൺമെന്റ് സിറ്റി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:7 അരുളി ചെയ്തിട്ടുണ്ട്. ആയതിനാൽ ഇസ്രായേൽ ജനങ്ങൾ സമാധാന ലബ്ധിക്കായി ആവർത്തിച്ച് അർപ്പിച്ചു വരുന്ന സമാധാനയാഗം പുതിയ നിയമസഭാ വിശ്വാസികളാകുന്ന രാജകീയ പുരോഹിത വർഗം അർപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ സമാധാനത്തിൻ്റെ ദൈവം നമ്മോടുകൂടെ വസിക്കുന്നത് കൊണ്ട് തന്നിൽ നിന്ന് സ്വർഗീയ സമാധാനം കൈക്കൊണ്ടാൽ മതിയാകുന്നതത്രേ. ഫിലിപ്പിയർക്ക് എഴുതിയ 4:9, റോമർ 1:4, 5:1, 14:7, 15 അധ്യായം 13:33, തെസ്സലോനിക്കരുടെ 1 ലേഖനം 5:23. ദൈവപുത്രൻ സ്വയം സമാധാനയാഗമായി തീർന്ന് ലോകത്തിന് സമാധാനം നൽകിയതുകൊണ്ടത്രേ ഇന്നത്തെ വർത്തമാനകാലത്തിൽ ഇന്നത്തെ വിധത്തിലെങ്കിലും സമാധാനത്തിൽ മാനവരാശി കടന്നു പോകുന്നത് എന്ന് മറന്നു പോകരുത്. യോഹന്നാൻ 16:33. കാരണം സമാധാന പുത്രന്മാർ ലോകത്തിൽ ചിതറിപ്പാർക്കുന്നത് കൊണ്ട്. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം തൻ്റെ സമാധാനത്തിൻ്റെ സ്ഥാനാപതികളാകുന്ന രാജകീയ പുരോഹിത വർഗത്തെ താമസിയാതെ തൻ്റെ സന്നിധിയിൽ ചേർത്തുകൊള്ളും. അന്ന് അതിനുശേഷം സമാധാനത്തിൻ്റെ നിഷേധിയും നാശമൂർത്തിയും ആയവൻ പ്രത്യക്ഷപ്പെടും. തെസ്സലോനിക്ക ലേഖനം 2 ലേഖനം 2:3-9 വരെയുള്ള വാക്യങ്ങൾ. അന്ന് ഈ ഭൂമിയിൽ ഇന്ന് നിലനിൽക്കുന്ന സമാധാനം കാണുകയില്ല, നയതന്ത്ര സമാധാനവും കാണുകയില്ല. രാജ്യങ്ങൾ ഇടയിലുള്ള ഡിപ്ലോമാറ്റിക് പീസ് അതുപോലും ദൈവം എടുത്തു കളയും എന്ന വെളിപ്പാട് പുസ്തകം 6 അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ. അന്ന് ഭൂമി മുഴുവൻ സകല മനുഷ്യരുടെയും ഇടയിൽ അരാജകത്വം, അനായകത്വം, രാഷ്ട്രീയ കുഴപ്പം, അനാർക്കി നിറഞ്ഞു നിൽക്കുകയും മനുഷ്യർ തമ്മിൽ അന്യോന്യം കൊല്ലുകയും ചെയ്യും എന്ന് യാതൊരു സംശയവുമില്ലാതെ തിരുവചനം പറയുന്നു. അന്ന് വിവിധ പാർട്ടികളുള്ള അസംബ്ലിയും രാജ്യസഭയും പാർലമെൻറ്റും കോൺഗ്രസും സെനറ്റും ഒന്നും സമാധാനത്തോടെ പോകുകയില്ല. ഇന്ന് സമാധാനമൊക്കെ പറയുന്നിടത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ അടിയും ഇടിയും കലാപവും നടക്കും. ഇന്നിത് നടക്കാത്തതിൻ്റെ കാരണം ദൈവസഭയും സമാധാനത്തിൻ്റെ ദൈവവും ഈ ലോകത്തിലുള്ളത് കൊണ്ടത്രേ. പ്രാർത്ഥിക്കാം, ദൈവം താമസിയാതെ തൻ്റെ സഭയെ ഇവിടെ നിന്ന് മാറ്റും. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് തന്ന സമാധാനത്തിൻ്റെ ഫലമായി ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമാധാനത്തിനായി സ്തോത്രം. അടിയങ്ങളെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും, എല്ലാ നന്മകളാലും നിറയ്ക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ.